ഹലോ, ഇന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കിയതാണ് കേട്ടോ. ചക്കക്കുരു മുരിങ്ങാക്കോലും കൂടി ഒലത്തിയതാണ്. ഇന്ന് നമുക്ക് പൊതിച്ചോറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു രീതിയിൽ കറിയൊക്കെ ഉണ്ടാക്കി. പൊതിച്ചോറില്ലാത്തത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമുക്ക് കുറച്ച് ബിരിയാണിയുടെ ഓർഡർ കിട്ടി. എന്നാൽ ബിരിയാണി ഇച്ചിരി റിലാക്സ് ആയിട്ട് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇന്നത്തെ പൊതിച്ചോറ് അങ്ങ് അവോയ്ഡ് ചെയ്തേ. നമുക്ക് ഇടയ്ക്ക് ഓർഡർ തരുന്ന ഒരു കസ്റ്റമറാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ല. ഇത് ആപ്പാഞ്ചിറയിലുള്ള ഒരു കസ്റ്റമർ തന്ന ഓർഡറാണേ. അവർക്ക് തലശ്ശേരി മുകളിലുള്ള ദം ബിരിയാണി വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചോറുകളൊക്കെ വേണ്ടാന്ന് വെച്ചു. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അരിയൊക്കെ വേവിച്ചു, ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ചെയ്തു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും ബിരിയാണികളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ 1 kg റൈസ് മുതൽ ഉണ്ടാക്കി കൊടുക്കും. 1 kg റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 7 പേര് വരെ മിനിമം കഴിക്കാൻ പറ്റും. ചെറിയൊരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് ലഞ്ചിനോ ഡിന്നറിനോ എടുക്കാം. അല്ലെങ്കിൽ ഡിന്നറിന് എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം ലഞ്ചിനൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഞാൻ നമ്മുടെ ബിരിയാണി നല്ല ക്യാഷ്യും മുന്തിരി പൈനാപ്പിളും പിന്നെ സവോള വറുത്തതൊക്കെ ഇട്ട് നല്ല രീതിക്ക് ലെയർ ചെയ്ത് 2ആയിട്ട് ലെയറൊന്നും ചെയ്തില്ല. ഗ്രേവിയുടെ പുറത്ത് ഒറ്റ ലെയറായിട്ട് ചെയ്തിട്ട് ഞാൻ ദമ്മിട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒന്ന് ദം പൊട്ടിച്ച് നോക്കി. അവർ ദം ഇട്ട വഴി തന്നെ കൊടുക്കാനാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പൊട്ടിച്ചിട്ട് ഇച്ചിരി കൂടി നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരിയൊക്കെ ഒന്ന് ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ച് അങ്ങ് സെറ്റാക്കി കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് കിട്ടി കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.